വന്നിട്ട് പോയതാണ്. വീണ്ടും വന്ന് തുറാക്കിയവർക്ക് അടിപൊളി, നല്ല തിരക്കുണ്ട് കേട്ടോ. അടിപൊളി കേട്ടോ, നല്ല അപ്പോൾ ധൈര്യശാലി പോകാണ്ട് കേസ് പേടിച്ച് അതിൻ്റെ ഉള്ളിലത്തെ സൗണ്ട് കേട്ടപ്പോൾ ഓടി വരും. അപ്പൊ ഞങ്ങള് എങ്ങനെയുണ്ട് ശിവേട്ടാ? ആ ഓക്കെ ഓക്കെ. അപ്പൊ ഞങ്ങള് ഗുണാക്കേവിക്ക് പോവാണ്ട് കേസ്. എല്ലാരും ധനമുണ്ട്. ധനം നോക്കടാ. ഓക്കെ. കൊറേ നാളായിട്ട് കേസ്. കഴിഞ്ഞ ദിവസം ഞങ്ങള് ഗുണാക്കേവിലേക്കൊക്കെ പോയിട്ട് വന്നാണ്. അപ്പൊ എന്തായാലും പൊടിയും ധനവും എല്ലാരും കൂടി പോവാതെ വേണ്ട ഒരു ദിവസം പോവാണ്ട് ഞങ്ങൾ പോവാണ്ട് കേസ്. ഒരു വെറൈറ്റി എക്സ്പീരിയൻസ്. എന്താ പറയാ, ഓട്ടോയില് നമ്മള് നേരെ സ്റ്റേഡിയം വരട്ടെ. ആ കാഴ്ചകളും നമ്മുടെ ഗുണാക്കേവിലെ കാഴ്ചകളൊക്കെ ഇന്നത്തെ വീഡിയോയിൽ കാണാട്ടെ കേസ്. ഓക്കെ, അടിപൊളി പ്ലേസ് ആണ് കാണിച്ചില്ല. അപ്പോൾ എൻ്റെ ഒരുപാട് വീഡിയോസിൽ ഈ സ്ഥലങ്ങളൊക്കെ നിങ്ങളെ കാണിച്ചിട്ടുണ്ട് ഗൈസ്. ഒരുപാട് പാടങ്ങൾ, നല്ല ഭംഗിയായിട്ടുള്ള പാടങ്ങളും മലമ്പുഴയുടെ ബാക്ക്ഗ്രൗണ്ടിലുള്ള ആ മലകളൊക്കെ ഇവിടെ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റും. പിന്നെ ഈ ഭാഗത്തു നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പാലക്കാട് ലുലു മോളൊക്കെ കാണാൻ പറ്റുന്നുണ്ട് ഗൈസ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഈ ഭാഗത്തുള്ള കാഴ്ചകളൊക്കെ. അപ്പോൾ നമ്മളിന്ന് ഓട്ടോയിൽ പാലക്കാട് സ്റ്റേഡിയത്തുള്ള ഗുണാക്കേവിലേക്ക് പോവാണ് ഗൈസ്. അപ്പോൾ അവിടെ വരെയുള്ള ചെറിയ ചെറിയ കാഴ്ചകളും ഗുണാക്കേവിൽ നമ്മൾ അന്ന് പോയിട്ട് കാണാത്ത കുറേ വെറൈറ്റി കാഴ്ചകളും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിലോട്ട് കേസ്. അപ്പോൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണട്ടെ. ഒരു അടിപൊളി വീഡിയോ ആണ്. പൊടി ബൈക്കിന് കളയും. വേണ്ടട്ടാ, ഇനി നമുക്ക് പുഴയ്ക്കൽ എത്തിയിട്ട് കാണാം. കുറച്ച് പൈസ ഒക്കെ ഇവിടെ കൊടുത്തു. അപ്പൊ അങ്ങനെ അതിന് വേണ്ടിട്ട് ചെറിയ ചെറിയ വീഡിയോസ് ഒക്കെ എടുക്കും. ഗുണാക്കേവിന്റെ കിട്ടും. ഫോണ്ട് കുഴപ്പമില്ല. നമ്മുടെ വീടിൻ്റെ അടുത്തൊരു ജംഗ്ഷനാണ് കേസ്. യാക്കരമുക്ക് എന്ന് പറഞ്ഞൊരു ജംഗ്ഷനാണ്. ഇവിടെ കുറേ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെയാണ് കേസ്. നേരെ പോയി കഴിഞ്ഞാൽ നമ്മുടെ യാക്കര പാലം എന്ന് പറഞ്ഞ പാലമാണ്. എന്താണ് എത്ര മണി പാലത്തിന്റെ അവിടുന്ന് നമുക്ക് ഉള്ളി വെക്കാല്ലേ ഫോണ്? ഇല്ലെങ്കിൽ എന്താണ്? ഇതുപോലൊരു വീഡിയോ ഞാൻ എന്താ പറയാ കുറേ ആയിട്ട് കേസ് ചെയ്യണം വിചാരിച്ചിട്ട് എന്തായാലും ഇന്ന് ചെയ്യാൻ പറ്റി. അടിപൊളി. അപ്പോൾ ഈ കാണാണ്ട് യാക്കര പുഴ കഴിഞ്ഞിട്ട് വേണം നമുക്ക് ടൗണിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഇത് യാക്കര പാലമാണ് കേസ്, യാക്കര ബ്രിഡ്ജ്. അപ്പോൾ ഈ യാക്കര ബ്രിഡ്ജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ റൈറ്റ് സൈഡ് നമ്മുടെ ലോട്ടറി കടയൊക്കെ അവിടെയാണ് കേസ്. അവിടെ ഇപ്പോൾ അച്ഛനാണ് നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മളിങ്ങനെ പോവാണ്ട് കേസ്. നേരെ നമുക്ക് പോകാം. യാക്കര ആ കാണാൻ നമ്മുടെ ലോട്ടറി കടയൊക്കെയാണ് അവിടെ. അപ്പോൾ ഞങ്ങൾ യാക്കര പാലം കഴിഞ്ഞിട്ട് യാക്കര സ്കൂൾ സ്റ്റോപ്പിലെത്തിയിട്ട് കേസ്. ഇവിടെയാണ് ഞങ്ങളുടെ തറവാട്, അമ്മയുടെ തറവാട്. ഈ ബാങ്കിൻ്റെ ഈ കാണുന്ന വഴിയിൽ കേസ്. ഇതിലൂടെ പോയി കഴിഞ്ഞാൽ അമ്മേൻ്റെ വീടൊക്കെ ഇവിടെയാണ്. അപ്പോൾ കുഞ്ഞുനാൾ മുതൽ ഞങ്ങൾ ഇവിടെ തന്നെയാണ് കേസ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ റൈറ്റ് സൈഡ് കാണുന്നതാണ് ഞങ്ങളുടെ ഗവൺമെൻറ് UP സ്കൂൾ വെസ്റ്റ് യാക്കരത്തെ. അവിടെയാണ് ഞാൻ 7ാം ക്ലാസ് വരെയൊക്കെ പഠിച്ചത് കേസ്. പിന്നെ അങ്ങനെ ഞാൻ കോട്ടയത്ത് പോളിഹോം എന്ന് പറഞ്ഞൊരു ഹോസ്റ്റലിലായിരുന്നു ഞാൻ എൻ്റെ +2 വരെ. അത് കഴിഞ്ഞ് കോട്ടയം ഗവൺമെൻറ് നാട്ടകം പോളിടെക്നിക്കിലായിരുന്നു ഞാൻ 3 വർഷം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് എൻ്റെ കാര്യങ്ങൾ കേസ്. ഇപ്പോൾ ഞാൻ എന്തായാലും ഡിപ്ലോമയൊക്കെ പഠിച്ചെങ്കിലും ഒരുപാട് ജോലിയൊക്കെ നോക്കിയിട്ട് കേസ്. കമ്പ്യൂട്ടർ ബില്ലിംഗ് സ്റ്റാഫായിട്ടും അങ്ങനെയൊക്കെ ആയിട്ട് കുറേ നിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊന്നും ശരിയാവുന്നില്ല എന്നും പറഞ്ഞ് ഞാൻ സ്വന്തമായിട്ട് ലോട്ടറി കടകളിട്ടിരിക്കുകയാണ്. ലോട്ടറി കടകളെന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ സ്റ്റാൻഡുകളാണ് കേസ്. പിന്നെ 1-2 പേർക്ക് വിൽക്കാൻ കൊടുത്തിട്ടും അങ്ങനെയൊക്കെ ഇങ്ങനെ പോകും, തട്ടിമുട്ടി പോവുകയാണ്. അപ്പോൾ എനിക്ക് ഒഴിവ് കിട്ടുന്ന സമയത്ത് എന്താണ് പറയുക ഗൈസ്, ഞാനിങ്ങനെ ഓരോ വീഡിയോസും ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോകണത് കേട്ടോ. അപ്പോൾ ഇതൊരു സന്തോഷം. അപ്പോൾ വീഡിയോ നമുക്ക് എന്തെങ്കിലും ചെറിയൊരു സൈഡ് വരുമാനവും കൂടി ആവുമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ വീഡിയോയും കൂടി ചെയ്യുന്നത് കേട്ടോ ഗൈസ്.
അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടിന് ഒരുപാട് നന്ദി. ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് മൈതാനം കേട്ടോ കേസ്, പാലക്കാടുള്ള കോട്ട മൈതാനം ബസ് സ്റ്റോപ്പിലാണ് കേട്ടോ കേസ്. ഇവിടെയൊക്കെയാണ്, ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒലോക്കോട്ടേക്കുള്ള ബസ്സുകളും റെയിൽവേ സ്റ്റേഷനൊക്കെ ഇല്ലേ, അപ്പോൾ അവിടേക്കുള്ള ബസ്സുകളും ഒക്കെയാണ് ഇവിടെ നിൽക്കുന്നത്. പിന്നെ നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് പാലക്കാട് മുനിസിപ്പാലിറ്റിയും ഗവൺമെൻറ് ഹോസ്പിറ്റലൊക്കെ നേരെ പോണ വഴിയാണ്. ഇപ്പോൾ നമ്മൾ റൈറ്റിലേക്കാണ് തിരിഞ്ഞത്. റൈറ്റ് തിരിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെയാണ് കേസ് നമ്മുടെ കോട്ട, പാലക്കാട് കോട്ടയൊക്കെ ഈ ഭാഗത്താണ്. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ റൈറ്റാണ് കോട്ട, ലെഫ്റ്റ് കോട്ട മൈതാനമാണ് കേസ്. ഇവിടെ ആണ് ഓരോ പരിപാടികളൊക്കെ നടക്കുന്നത്. വേലയൊക്കെ യാക്കര മണപ്പുള്ളി ഭഗവതി വേലയൊക്കെ നടക്കുന്നത് ഇവിടെയാണ്. പിന്നെ ഓരോ ഫുട്ബോൾ കളികളും അങ്ങനെ ക്രിക്കറ്റ് കളികളും അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഈ പാലക്കാട് കോട്ട മൈതാനത്താണ് നടക്കാറുള്ളത് കേട്ടോ കേസ്. ഈ റൈറ്റ് കാണാനാണ് നമ്മുടെ പാലക്കാടിലെ പ്രസിദ്ധമായ ടിപ്പു സുൽത്താൻ കോട്ട. അപ്പോൾ നമ്മൾ നേരെ കുറച്ചും കൂടി ഫ്രണ്ടിലേക്ക് പോയിട്ട് ലെഫ്റ്റിലേക്ക് പോയാലാണ് സ്റ്റേഡിയത്തിൽ എത്തുന്നത് കേട്ടോ കേസ്. അപ്പോൾ സ്റ്റേഡിയത്താണ് നമ്മുടെ ഗുണ കേവ് ഉള്ളത്. അപ്പോൾ നമുക്ക് നേരെ എല്ലാവരും കൂടി അവിടെ കണ്ട കേസ് പോകണത്. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് കാണാം. അപ്പൊ ഞങ്ങൾ വീണ്ടും ഗുണ കേവിക്ക് വന്നിരിക്കുകയാണ് അല്ലേ പൊടി? അതെ, ഇവര് വന്നോട്ടാ, ഇവര് എന്താണ് സ്കൂൾ പൂട്ടിയിട്ട് വന്നപ്പോൾ ഞങ്ങൾ ഗുണ കേവിക്ക് വന്നിരിക്കുകയാണ് അല്ലേ പൊടി? അപ്പോൾ എന്തായാലും ഗുണ കേവിൽ അന്ന് കണ്ട കാഴ്ചകളല്ലേ ഗൈസ്, അന്ന് നമ്മൾ കാണാത്ത കുറേ കാഴ്ചകളുണ്ട്. എന്താണ് നമ്മൾ രണ്ടാമത് ഒരിക്കലും കൂടി വരും എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ, അന്ന് കുറേ കാര്യങ്ങൾ എടുത്തിട്ടില്ല. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുണ്ട് ഗൈസ്, നോക്കാം. അപ്പോൾ പോയി നോക്കാം. അപ്പോൾ ആ ധനവും സൗമ്യവും പൊടിയും കൂടിയിട്ട് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോയിരിക്കണ്ട ഗൈസ് അല്ലേ ധനു? അപ്പോൾ അവിടെയാണ് ടിക്കറ്റ് കൗണ്ടർ, അവിടെയാണ് കേട്ടോ. അപ്പൊ കേസ് ഞങ്ങള് എന്താണ് ഇന്ന് ഓട്ടോയിലാണല്ലോ അനു വന്ന്, ഞങ്ങൾ ഓട്ടോയിലാണ് കേസ് ഇന്ന് ഗുണ കേവിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പൊ എന്തായാലും ഇവരെ ഒന്ന് ഗുണ കേവൊക്കെ കാണിച്ചിട്ട് പോവാന്ന് പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. ഓക്കേ, അടിപൊളി. ഇതാ പൊടിന്റെ ചങ്ങായി, പൊടിന്റെ ചങ്ങായി. ഓ ധൈര്യശാലി പുകാണ്ട് കേസ്, പേടിച്ച് അതിൻ്റെ ഉള്ളിലത്തെ സൗണ്ട് കേട്ടപ്പോൾ ഓടി വരും. ദൈവം എന്നൊക്കെ പറഞ്ഞാ ഈ മോളിനെ തന്നെ വിളിച്ചൂലേ? ദൈവം എന്നൊക്കെ പറഞ്ഞാ ഈ മോളിനെ തന്നെ വിളിച്ചൂലേ? മേലാരം നോക്ക്.
ഉണ്ട്. അവൾക്ക് പേടിയാണ് കേസ്, ഭയങ്കര പേടിയാണ്. ഇത് സുഭാഷ് ഇവിടെയാണ്, സുഭാഷ് അല്ലേ? ഇതാണ് സുഭാഷ്. ഇത് തലയോട്ടികൾ. ഈ മോളിൽ നിന്ന് വിളിച്ചു. സ്നോ വേൾഡ് അപ്പുറത്താണ്. അടിപൊളി ബാബ. ആ കേവിലൊക്കെ വന്നു അടിപൊളിയായിട്ട് പൊടിയും ഞങ്ങളൊക്കെ ബൈക്കില്ലെങ്കിൽ കുഴപ്പമില്ല. ശരി, അടിപൊളി നല്ല ഇതിന്റെ ഫോട്ടോ എടുക്കുന്നു. ഞങ്ങള് ഒരു തവണ വന്നിട്ട് പോയതാണ്, വീണ്ടും വന്ന് തുറക്കാനായിട്ട്. അടിപൊളി, നല്ല തിരക്കുണ്ട് ഇതിലൊക്കെ. അടിപൊളി കേട്ടോ, നല്ല ക്രൗഡാണ് പറ്റി. ആ സൂപ്പർ. ഇപ്പോൾ പൊടിയും ധനവും ഒക്കെ ഉണ്ട് കേട്ടോ കേസ്. അപ്പോൾ അതാണ് അവർ അവിടെ എല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പൊടിമോളെവിടെ, പൊടിമോളെവിടെ, പൊടിമോളെവിടെ? ആ അതാ പൊടിമോള്. ഇഷ്ടപ്പെട്ട പൊടി? ഓക്കെ. പൊടി മുട്ടായികൾ വേണോ? വേണോ? നിന്റെ എത്രയാ? പിന്നെ ഏതാണ്ട പൊടി, പിന്നെ ഏതാ വണ്ടി? അവർക്ക് മാത്രം വാങ്ങി കൊടുക്കണ്ടേ? അതാ ഐസ് മിഠായി എനിക്ക് തന്നെയാണ്. അപ്പൊ നമ്മള് ഐസ്ക്രീം പൊട്ടിക്കാൻ പോകണ്ട. ആ മുട്ടായാണ്. ശരി, ഒന്ന് പോക്കറ്റ്
വേണ്ട പോക്കറ്റ് ടേസ്റ്റ് എങ്ങനെയുണ്ട് പൊടി പൊടി എങ്ങനെയുണ്ട്? പൊടിനെ അവിടെ കൊണ്ടുവിടാട്ടാ. അപ്പൊ ഞങ്ങൾ ഊഞ്ഞാലിലാണ്ട് കഴിച്ചിരിക്കുന്നത്. ഒരാൾക്ക് 100 രൂപയാണ്. ഞങ്ങൾ 5 ആൾ കയറാൻ വേണ്ടി പോവാണ്. അപ്പൊ ഞങ്ങളൊക്കെ പേടിച്ചിരിക്കുകയാണ്. അത് കണ്ടല്ലോ, ഒരു കുട്ടി മാത്രം അറ്റത്തിരിക്കുന്നത്. അമ്മോ, ഒരു പേടിയില്ലാത്ത ആളാ. എവിടെ ഞങ്ങൾ 5 ആളും കയറിയിരിക്കുകയാണ്. ഈ സന്തോഷം വരുമ്പോഴും കാണണം. അപ്പൊ ഞങ്ങള് ഗുണാക്കേവില് വന്നിട്ട് അടിപൊളി റൈഡിന് പോവാണ്. ഓടി പേടിച്ചിരിക്കാണ്ട് ഗ്യാസ്. വെക്കാം. ഫോണ് പോക്കറ്റ് വെക്കാൻ പറയാം കേട്ടോ അവര്. ഫോണ് പോകുമ്പോട്ടെ. ഓക്കെ, അപ്പൊ ഞങ്ങള് ഫോണ് പോക്കറ്റ് വെച്ചിട്ട് നോക്കാം. ഇപ്പൊ തുടങ്ങിയിട്ടില്ല, അഞ്ഞുണ്ട് ഇല്ലേ സോ? എങ്ങനെയുണ്ട്? മാമ പോക്കറ്റിലിട് മാമ. ഒരുപാട് പേര് വരുന്നുണ്ട് കഴിച്ച. അറ്റത്തിരിക്കുന്നതിൻ്റെയൊക്കെ സമ്മതിക്കണം. അപ്പ അവര് മേലെയാണ് പോയിരിക്കുന്നത്. ബാക്കിലും ഉണ്ട്, കുറേ പേരുണ്ട് ബാക്കിലുണ്ട്. ആഹാ, അങ്ങോട്ട് നോക്ക്, ബാക്കിൽ നോക്ക്. ഞാൻ ബാക്കിൽ നോക്ക്. ഏറ്റവും ടോപ്പിൽ നോക്ക്. അവര് നല്ല സ്പീഡാക്കും. നോക്കാം. സൈഡ് ഇത് എടുക്കാൻ വേണ്ടിട്ടാണ്. ശരി. പോക്കറ്റ് ഇടാൻ പറയണ കേസ്. കുറെ നേരമായി ഫോണ് താഴെ പോകട്ടെ. നോക്കാട്ടെ. നമ്മൾ റൈഡ് തുടങ്ങുമ്പോൾ ഞാൻ എന്തായാലും പോക്കറ്റ് ഇടും. അപ്പൊ ഞങ്ങള് ഊഞ്ഞാൽ ഇതെന്താ ഇതിന് പറയാ? ഇതിന്റെ പേര് പേരെന്താണ്? ഡ്രാഗൺ ഊഞ്ഞാലിൽ ആടാൻ പോവാണ് കേട്ടാ ഗുണാക്കേവില്. സൗ അറ്റത്ത് കാണാ. പൊടി നോക്ക്.
അപ്പോൾ ഡ്രാഗൺ ഊഞ്ഞാല് ആടി തുടങ്ങുമ്പോൾ തന്നെ അനുക്കുട്ടിയൊക്കെ പേടിച്ചിട്ട് കേസ്. അപ്പോൾ അനുവിനെ ഇറക്കി. അപ്പോൾ സൗവും ബാക്കിൽ അനുവിൻ്റെ കൂടെ പോയിട്ടാ. പിന്നെ ഞാനും പൊടിയും ധനവുമാണ് അതിലിരുന്നത്. ഞങ്ങൾ ഗുണാക്കേവിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു പോകാൻ തന്നെ വീട്ടിൽ പോകാൻ കഴിച്ചാണ്. നമ്മുടെ സ്റ്റേഡിയം ഇവിടെയാണ് പരിപാടി നടക്കുന്നത് കേട്ടോ.